ദശകം 82 ബാണയുദ്ധവും ദുർഗമോക്ഷവും. പ്രദ്യുമ്നോ രുക്മിണേയഃ, രുക്മിണിയുടെ പുത്രൻ രുക്മിണേയൻ. രുക്മിണിയുടെയും സഹോദരൻ രുക്മിണിയുടെയും തമ്മിലുള്ളതായ ബന്ധം നോക്കണം. എം മാരീഡ്, എസ് സണ്ണ്, ഡി ഡോട്ടർ. പ്രദ്യുമ്നോ രുക്മിണേയഃ, രുക്മിണിയുടെ പുത്രൻ രുക്മിണേയൻ, പ്രദ്യുമ്നൻ. ആരാണ് ഈ പ്രദ്യുമ്നൻ? കാമദേവൻ തന്നെയാണ്. കൃഷ്ണന് കുറച്ചു കാലത്തിന് കുട്ടികളുണ്ടായില്ല. അപ്പോൾ കൃഷ്ണൻ കൈലാസത്തിൽ പോയി ശിവനെ തപസ് ചെയ്തു. ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ പറഞ്ഞു, എൻ്റെ നേത്രാഗ്നിയിൽ ബന്ധിച്ചാമ്പലായ കാമദേവനുണ്ടല്ലോ, ആ കാമദേവൻ അങ്ങയുടെ മകനായിട്ട് വരും. കാമദേവൻ്റെ ഭാര്യയായ രതി തൻ്റെ ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അവളെയും ഭഗവാൻ അനുഗ്രഹിച്ചു. നിൻ്റെ ഭർത്താവ് തന്നെ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞ് അയക്കുകയാണ്. അവൾ ദേവർഷിയായ നാരദനെ കണ്ടു. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവ പറഞ്ഞു, നീ ബാണാസുരൻ്റെ കൊട്ടാരത്തിൽ പോയി അവിടെ അടുക്കളക്കാരിയായിട്ട് പണിയെടുക്കണം. മായാവതി എന്ന പേരിൽ അടുക്കളക്കാരിയായിട്ട് പണിയെടുക്കണം. ബാക്കിയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞത്. പ്രദ്യുമ്നോ രുക്മിണേയ സഖലു തവ കലാ ശംബരേണാഹൃതഃ. ഹേ ഭഗവൻ, അങ്ങയുടെ തന്നെ അംശമായിരിക്കുന്ന ആ പ്രദ്യുമ്നൻ ശംബരനാൽ അപഹരിക്കപ്പെട്ടു. ശംബരേണാഹൃതഃ. ശംബരാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് എനിക്ക് മരണം പാടില്ല എന്ന് പറഞ്ഞു. ഉണ്ണി, അത് മാത്രം ചോദിക്കരുത്, വേറെ എന്തെങ്കിലും ചോദിക്കുക. അവൻ എനിക്ക് കാമദേവൻ മാത്രമേ എന്നെ കൊല്ലാൻ പാടൂ എന്ന് പറഞ്ഞു. എന്താണ്? കാമദേവൻ മരിച്ചെന്നറിയാം. തഥാസ്തു. അപ്പോൾ ശംബരൻ എപ്പോഴും അഹങ്കരിച്ചുകൊണ്ട് നടക്കുകയാണ്. തനിക്ക് മരണമില്ല, കാമദേവൻ മരിച്ചുവല്ലോ എന്ന് വിചാരിച്ചിട്ട്. വളരെ വലിയ കഥകളെ ചുരുക്കി കൊടുത്തിരിക്കുകയാണ്. ശംബരൻ്റെ കൊട്ടാരത്തിൽ ദേവർഷിയായ നാരദൻ എപ്പോഴും പോകും. അപ്പോൾ വിവരങ്ങളൊക്കെ ചോദിച്ചതായ സമയത്ത് എനിക്ക് ബ്രഹ്മാവിൽ നിന്ന് വരം കിട്ടിയിട്ടുണ്ട്. കാമദേവൻ മാത്രമേ എന്നെ കൊല്ലൂ. കാമദേവൻ ജനിച്ചു കഴിഞ്ഞു. കൃഷ്ണൻ്റെ പുത്രനായിട്ടാണ് കാമദേവൻ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ജനിച്ച സമയമാണ്. ഇനി എന്താ അവിടെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നാരദൻ പോവുകയാണ്. ഇവൻ ശംബരൻ രാത്രിക്ക് രാത്രി ദ്വാരകയിലെത്തി ആ കുട്ടിയെ എടുത്തും കൊണ്ട് ആകാശത്തിൽ കൂടി പോകുന്നു. അതിസുന്ദരനായ ബാലൻ കൊല്ലാൻ തോന്നുന്നില്ല. പക്ഷെ അവനല്ലേ എന്നെ കൊല്ലാൻ പോണത് എന്ന് പറഞ്ഞ് സമുദ്രത്തിലേക്ക് വലിച്ചെറിയുകയാണ്. അതൊരു മീൻ ഭക്ഷിക്കണു.
ആ വലിയ മീൻ ഒരു മുക്കുവിന് കിട്ടുന്നു. ആ മുക്കുവിനതിനെ ആ മീനെ രാജാവിന് കൊടുക്കുന്നു. രാജാവ് അതിനെ അടുക്കളയിലേക്ക് അയക്കുന്നു. നാരദൻ മായാവതിയോട് പറഞ്ഞിട്ടുണ്ട്. രതീദേവിയാണ്, നീ അടുക്കളയിക്കണം, മീനിലാണ് കുട്ടി വരിക, സൂക്ഷിച്ച് മീനറുത്ത് അവനെ വളർത്തിക്കൊള്ളണം. അപ്പോൾ കൊട്ടാരമില്ല, ആരും അറിയില്ല. അങ്ങനെ ആ മീനിനെ മായാവതിക്ക് അയച്ചു. മായാവതി മെല്ലെ സൂക്ഷിച്ച് കീറി കുട്ടിയെടുത്ത് അവിടെ വളർത്തുകയാണ്. 10-18 വയസ്സാകുമ്പോഴേക്ക് മായാവിദ്യ മുഴുവൻ അവനെ പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു. തം ഹത്വാ ഉണ്ണിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ശമ്പരനോട് യുദ്ധത്തിനായി അയക്കുകയാണ്. അവൻ ശമ്പരനെ കൊല്ലും. തം ഹത്വാ ആ ശമ്പരനെ കൊന്നിട്ട് രത്യാസ ആപ്ത രതി മായാവതി മായാവതിയോടുകൂടി പ്രദ്യുമ്നെ എത്തുള്ളൂ. അപ്പോൾ പ്രസവിച്ച ഉടനെയാണ് പ്രദ്യുമ്നെ എടുത്തുകൊണ്ട് പോയിരിക്കണേ. എന്തൊന്നില്ലാത്ത സങ്കടത്തോടുകൂടി രുക്മിണി ദിവസവും കരയിലാണ്. കൃഷ്ണൻ ഒക്കെ നമുക്ക് അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കണ്ടേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും. അങ്ങനെ എപ്പോഴാണോ പ്രദ്യുമ്നൻ മായാവതിയും കൂട്ടി വന്നത്, എന്തൊന്നില്ലാത്ത സന്തോഷമുണ്ടായി. അത് വലിയൊരു ആഘോഷമാക്കി. രത്യാസ ആപ്ത അങ്ങനെ മായാവതിയുമായി അവിടെ കഴിയുമ്പോഴാണ് തൻ്റെ അമ്മാമനായിരിക്കുന്ന രുക്മിയുടെ മകളുടെ കല്യാണം, രുക്മവതിയുടെ കല്യാണം. രുക്മവതി രുക്മിക്ക് കൃഷ്ണനോട് വലിയ ദേഷ്യമാണല്ലോ, ഇപ്പോഴും ആ ദേഷ്യമുണ്ട്. അപ്പോൾ കൃഷ്ണനൊന്നും ക്ഷണിച്ചിട്ടില്ല. എന്തായാലും പ്രദ്യുമ്നൻ കല്യാണത്തിന് പോയി. എപ്രകാരം അച്ഛൻ തൻ്റെ അമ്മയെ കൊണ്ടുവന്നുവോ അതുപോലെ രുക്മവതിയെ കൊണ്ടുവരികയാണ്. നിജപുരമഹരത് രുക്മികന്യാം ച ധന്യാം ധന്യായിരിക്കുന്ന ആ രുക്മവതിയെ താൻ ഈ രാജാക്കന്മാരെ എല്ലാവരെയും തോൽപ്പിച്ച് കൊണ്ടുവരികയാണ്. പ്രദ്യുമ്നനും രുക്മവതിയും അവരുടെ പുത്രനായിട്ട് വരുന്നത് അനിരുദ്ധൻ. തൽപുത്രോധാനിരുദ്ധോ ആ അനിരുദ്ധൻ വളർന്നു വരുന്നു, വിവാഹപ്രായമായി. ആ സമയത്താണ് രുക്മിയുടെ മകളുടെ കല്യാണം. മകൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് എസ് എന്ന് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത്. മകളുടെ പേര് രോചന. ഗുണനിധിയിൽ അവഹത് രോചനാം രുക്മി പൈത്രി. അതെ, അവിടെ രോചനയെ അപഹരിക്കേണ്ടതൊന്നും വന്നില്ല. ആ സമയത്തേക്ക് രുക്മിണിയുമായിട്ട് ബന്ധത്തിലായി. കൃഷ്ണനും രുക്മിണിയും ബലരാമനും എല്ലാവരും കൂടി രുക്മിണിയുടെ കൊട്ടാരത്തിൽ പോയി രോചനയുടെ കല്യാണം നടത്തി. ആ നടത്തിക്കഴിഞ്ഞതിന് ശേഷം രുക്മിയും ബലരാമനും കൂടി ചൂതുകളിയിൽ ഏർപ്പെട്ടു. രുക്മിണിയുടെ ഭാഗത്ത് രുക്മിയെ സഹായിക്കാനായിട്ട് കലിംഗരാജൻ കൂടിയിരിക്കുന്നുണ്ട്. കളി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ കളിയിലും ബലരാമൻ തന്നെയാണ് ജയിക്കുന്നത്. പക്ഷേ രുക്മിയും ഈ കലിംഗരാജനും കള്ളത്തരം പറയും. കലിംഗരാജനാണ്
ജയിച്ചത് എന്ന് പറയും. അങ്ങനെ 2-3 തവണയായപ്പോൾ ബലരാമന് ദേഷ്യം വന്നു. രുക്മിയെ അടിച്ചു കൊല്ലുകയാണ്. ആ കളിയിലുടനീളം കള്ളത്തരം പറഞ്ഞ കലിംഗരാജൻ്റെ പല്ല് മുഴുവൻ അടിച്ച് കൊഴിച്ചു. ഇതൊക്കെ അനിരുദ്ധൻ്റെ വിവാഹത്തിൽ, യോജനയുമായുള്ള വിവാഹത്തിൽ നടന്നാണ്. കൃഷ്ണനൊന്നും പറഞ്ഞില്ല, രുക്മിണിയൊന്നും പറഞ്ഞില്ല. അവർ തിരിച്ച് ദ്വാരകയിലേക്ക് വരികയുണ്ടായി. തൽപുത്രോ ധാനിരുദ്ധോ ഗുണനിധിരവഹത് രോചനാം രുക്മിപൗത്രീം. രുക്മിയുടെ പുത്രൻ്റെ പുത്രിയായിരിക്കുന്ന രോചനയെ വിവാഹം ചെയ്തു. തത്രോദ്വാഹേ ഗതസ്ത്വം. ഗുരുവായൂരപ്പ, ആ വിവാഹത്തിന് അങ്ങ് പോയിരുന്നുവല്ലോ. ആ വിവാഹത്തിന് ശേഷം നിരവധി മുസലിന, ആ ബലരാമനാൽ കൊല്ലപ്പെട്ടു. ആര്? രുക്മിയപി. ആ രുക്മിയും. എന്താ കാരണം? ദ്യൂതവൈരൽ, ആ ചൂതുകളിലുള്ളതായ വൈരം മൂലം. അങ്ങനെ അനേകം കഥകൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഈ 1-ാമത്തെ ശ്ലോകം. ശംബരാസുരൻ്റെ വധം നേരത്തെ കഴിഞ്ഞു. ശംബരാസുരനെ വധിച്ചിട്ടാണ് പ്രദ്യുമ്നൻ മായാവതിയും കൂട്ടി, മായാവതി രതിയാണ്, ദ്വാരകയിലേക്ക് വരുന്നത്. അപ്പോഴാണ് അമ്മാവൻ്റെ പുത്രിയായിരിക്കുന്ന രുക്മവതിയുടെ കല്യാണം. പ്രദ്യുമ്നൻ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ലെങ്കിലും പോയി തൻ്റെ അച്ഛൻ കൊണ്ടുവന്നതുപോലെ രുക്മവതിയെ അപഹരിച്ചു കൊണ്ടുവരികയാണ്. പ്രദ്യുമ്നനും രുക്മവതിക്കും ഉണ്ടായ കുട്ടിയാണ് അനിരുദ്ധൻ. ആർക്കും നിരോധിക്കാൻ സാധിക്കാത്തവനർത്ഥം, അത്ര ശക്തനായിട്ടുള്ളവൻ അനിരുദ്ധൻ. പിന്നെയും കുറച്ചു കാലം കഴിഞ്ഞു. രുക്മിയുടെ മകളുടെ രോചനയുടെ വിവാഹം. അപ്പോൾ രുക്മി തന്നെ വന്ന് കൃഷ്ണനെയും രുക്മിണിയെയും ക്ഷണിച്ച് ബലരാമനോട് കൂടി വിവാഹം നടത്തി. വിവാഹം കഴിഞ്ഞു. സദ്യ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബലരാമനും രുക്മിയും കൂടി ചൂതുകളിൽ ഏർപ്പെട്ടത്. അവിടെ ജയിച്ചത് ബലരാമനാണെങ്കിലും രുക്മി ജയിച്ചു എന്ന് രുക്മിയും കലിംഗരാജനും പറഞ്ഞു. 2-3 തവണ ബലരാമനൊന്നും മിണ്ടിയില്ല. പിന്നെ രുക്മിയെ അടിച്ചു കൊന്നു. കലിംഗരാജൻ്റെ പല്ലും തല്ലി കൊഴിച്ചു. തത്രോദ്വാഹേ ഗതസ്ത്വം നിരവധി മുസലിന രുക്മിയപി ദ്യൂതവൈരൽ. ഇനി ബാണാസുരനുമായിട്ടുള്ളതായ യുദ്ധമാണ്.